Good morning, dear children. Today we will discuss about the topic modern periodic table. Last ക്ലാസ്സിൽ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റിയും അതിന്റെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് പീരിയഡ്സ് ഇതിനെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്തു. Today we will discuss about different blocks of modern periodic table. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്ക് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. S, P, D and F. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എടുത്താൽ ടോട്ടൽ 18 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പിനെ കൂടെ അറിയപ്പെടുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആർ നോൺ ആസ് ആൽക്കലി മെറ്റൽസ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആർ നോൺ ആസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ദീസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി എന്തുകൊണ്ടാണ് ഇത് എസ് ബ്ലോക്ക് എലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് നമുക്ക് നോക്കാം. എക്സാമ്പിൾ, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻസിയം. Then second group elements, beryllium, magnesium, calcium, strontium, barium and radium. ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സും. ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി why it is known as S block elements? എക്സാമ്പിൾ പറഞ്ഞാൽ കോൺഫിഗറേഷൻ എടുത്ത് നോക്കാം. ലിഥിയം, അറ്റോമിക് നമ്പർ ഓഫ് ലിഥിയം 3. കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1. Then sodium, atomic number 11. Configuration 1s2 2s2 2p6 3s1. Then potassium 90. 1s2 2s2 2p6 3s2 3p6 and 4s1. Then beryllium എടുത്താൽ beryllium atomic number 4. Configuration 1s2 2s2. Then magnesium atomic number 12. Configuration 1s2 2s2 2p6 and 3s2. Calcium 20. 1s2 2s2 2p6 3s2 3p6 and 4s2. ഇങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെയും സെക്കൻഡ് ഗ്രൂപ്പിലെയും ഓരോ എലമെന്റിന്റെ കോൺഫിഗറേഷൻ എടുത്താലും കാണാം ലാസ്റ്റ് ഇലക്ട്രോൺ ചെന്ന് നിൽക്കുന്നത് എസ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ടാണ് ഇതിനെ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആർ നോൺ ആസ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. വൈ ഇറ്റ് ഈസ് നോൺ ആസ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്നതിന് ആൻസർ കിട്ടിയല്ലോ. ബിക്കോസ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ എസ് സബ്ഷെൽ, സോ ഇറ്റ് ഈസ് നോൺ ആസ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Then properties of S block elements. First is soft metals. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സും എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള മെറ്റൽസ് എല്ലാം സോഫ്റ്റ് മെറ്റൽസ് ആണ്. ദെൻ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് വരുന്നവരും അറ്റോമിക് സൈസ് ഡിക്രീസ് നോക്കുക. അപ്പൊ അറ്റോമിക് സൈസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഫസ്റ്റ് ഗ്രൂപ്പും അതിനെക്കാട്ടി കുറച്ച് കുറവ് സെക്കൻഡ്. എനിവേ ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ഹാവ് ലാർജ് അറ്റോമിക് സൈസ്. ദെൻ ലോ അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഔട്ടർ ഷെല്ലിൽ നിന്നും ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. അറ്റോമിക് സൈസ് കൂടുതലായതുകൊണ്ട് ന്യൂക്ലിയസും ഔട്ടർ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പം കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ലാർജർ അറ്റോമിക് സൈസ് വരുന്നിടത്ത് അയണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും. ദെൻ Group 1 elements show +1 oxidation state and Group 2 elements show +2 oxidation state. First group elements in the എല്ലാ outermost shell എടുത്തു കഴിഞ്ഞാൽ which contain 1 electron. ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റേബിൾ ആകാൻ പറ്റും. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ എല്ലാ ഔട്ടർമോസ്റ്റ് ഷെൽ എടുത്തു കഴിഞ്ഞാൽ which contains only 1 electron.
ഇതിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ സ്റ്റേബിൾ ആകാൻ പറ്റും. അതുകൊണ്ട് കെമിക്കൽ റിയാക്ഷനിൽ ഇത് 1 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറും. Then second group elements, outermost shell contains 2 electrons. ഇതിന് സ്റ്റേബിൾ ആകണമെങ്കിൽ ഈ 2 ഇലക്ട്രോൺ കളയണം. 6 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നതിന് പോസിബിൾ അല്ല. അപ്പൊ 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തും എന്നിട്ട് ഇത് സ്റ്റേബിൾ ആകും. സോ ഇറ്റ് ഷോസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Then form ionic compounds except lithium and beryllium. നമ്മൾ പറഞ്ഞു ഒരു കെമിക്കൽ റിയാക്ഷനില് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുകയും ഗെയിൻ ചെയ്യുകയും ചെയ്താൽ പോസിറ്റീവും നെഗറ്റീവ് അയോൺസ് ആയിട്ട് മാറും. എന്നിട്ട് അവിടെ അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും മാറുന്നത്. അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അയോണിക് ബോണ്ട് ഉള്ള കോമ്പൗണ്ടിനെയാണ് അയോണിക് കോമ്പൗണ്ട്സ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സും ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അത് പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറും. അതുകൊണ്ട് അത് ഫോം ചെയ്യുന്നത് അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും എക്സെപ്റ്റ് ലിഥിയം ആൻഡ് ബെർലിയം. ലിഥിയവും ബെർലിയവും കോവാലന്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ദെൻ ആക്ട് ആസ് റെഡ്യൂസിംഗ് ഏജൻസ്. റിഡക്ഷൻ മീൻസ് ഗെയിൻസ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ആരെങ്കിലും ഇലക്ട്രോൺസ് കൊടുത്തെങ്കിൽ മാത്രമേ റിഡക്ഷൻ നടക്കൂ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സും ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? റിഡ്യൂസിംഗ് ഏജൻസ്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് first group and second group elements. First group elements and second group elements are collectively known as S block elements. So properties of S block elements. First one, large atomic size, low ionization enthalpy, soft metals act as reducing agents. Group 1 elements show +1 oxidation state and group 2 elements show +2 oxidation states. Then form ionic compounds. നെക്സ്റ്റ് പി ബ്ലോക്ക് എലമെന്റ്സ്. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 13 to 18 വരെ ഉള്ളതിനെയാണ് പി ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്? അലൂമിനിയം 13th ഗ്രൂപ്പ് എലമെന്റ് ആണ്. അറ്റോമിക് നമ്പർ അലൂമിനിയം 13 ആണ്. കോൺഫിഗറേഷൻ എഴുതിയ 1s2 2s2 2p6 3s2 3p1. Then silicon 14th group element. Configuration 1s2 2s2 2p6 3s2 3p2. Then nitrogen 15th group element. Atomic number of nitrogen 7. Configuration is 1s2 2s2 2p3. Then oxygen 16th group. Atomic number of oxygen 8. Configuration 1s2 2s2 2p4. Then argon group 18th group elements. Atomic number of argon also 80. Configuration 1s2 2s2 2p6 3s2 3p6. ഈ കോൺഫിഗറേഷൻ എല്ലാം നോക്കിയാൽ കാണാം ലാസ്റ്റ് ഇലക്ട്രോൺ ചെന്ന് നിൽക്കുന്ന സബ്ഷെല്ല് പി ആണല്ലേ. അതുകൊണ്ടാണ് ഇതിന് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പം പി ബ്ലോക്ക് എലമെന്റ്സിനകത്ത് ഉൾപ്പെടുന്നത് ഗ്രൂപ്പ് 13 to ഗ്രൂപ്പ് 18. Why it is known as P block elements? Because last electron enter P subshell, so it is known as P block elements. Then properties include metals, non-metals and metalloids. നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. പക്ഷെ കൂടുതലും വരുന്നതെന്ന് പറഞ്ഞാൽ നോൺ മെറ്റൽസ് ആയിരിക്കും. പക്ഷെ എസ് ബ്ലോക്ക് എലമെന്റ് കംപ്ലീറ്റ്ലി മെറ്റൽസ് ആണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ്, പി ബ്ലോക്ക് എലമെന്റ്സ് ഇൻക്ലൂഡ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. പിന്നെ ഇതിന്റെ പ്രോപ്പർട്ടിയാണ് ഇത് സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗ്യാസ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്.
സോളിഡ് സ്റ്റേറ്റിൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം, സൾഫർ, ഇതൊക്കെ സോളിഡ് ആണ്. നമ്മുടെ ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ ഇതെല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ബ്രോമിൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമാ. അപ്പം നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് കണ്ടെയ്ൻസ് മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്, പിന്നെ എക്സിസ്റ്റിംഗ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. ദെൻ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതൊരു കോമൺ ആയിട്ട് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നില്ല. Then P block element shows variable oxidation state. നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റിന്റെ കാര്യം പറഞ്ഞു. ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കൂ. ഗ്രൂപ്പ് 2 ആണെങ്കിൽ +2. പക്ഷെ പി ബ്ലോക്ക് അങ്ങനല്ല. നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് പഠിക്കുന്നുണ്ട്, മനസ്സിലാകും. അതെല്ലാം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവുണ്ട്. Then act as oxidizing agents. Oxidizing agent എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ മീൻസ് ലൂസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്ന പ്രോസസ് ആണ് ഓക്സിഡേഷൻ. ഈ നഷ്ടപ്പെടുന്നതിന് ആരെങ്കിലും സ്വീകരിക്കണം. പൊതുവെ പി ബ്ലോക്ക് എലമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഓക്സിഡൈസിങ് ഏജൻസ്. അപ്പൊ ഇതൊക്കെയാണ് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്. Then ഡി ബ്ലോക്ക് എലമെന്റ്സ്. നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, പിന്നെ 13, 14 ഇങ്ങനെ 18 വരെ വരുന്നുണ്ട്. 13 to 18 ഇത് ഫസ്റ്റും സെക്കൻഡും. ഇതിന് നടുക്കായിട്ട് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അതായത് 3 to 12 ഗ്രൂപ്പ് വരുന്നത്. ഇതിനെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 3 to 12. ഡി ബ്ലോക്ക് എലമെന്റ്സിനകത്ത് ഉൾപ്പെടുന്നതാണ് സ്കാൻഡിയം. അറ്റോമിക് നമ്പർ 21. കോൺഫിഗറേഷൻ ഏരിയ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1. Then titanium. Atomic number 22. കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ 18 വരെ ഉള്ള ഇതിനെ നമുക്ക് R1 എന്ന് കൊടുക്കുക. R1ന്റെ കോൺഫിഗറേഷനോട് ഈക്വൽ. Then 4s2, 3d2 എന്ന് വരും. Then vanadium 23 എടുത്താൽ AR 4s2, 3d3. Then chromium 24 എടുത്താൽ AR 4s2, 3d4 ഇങ്ങനെ വരും. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ നമ്മൾ എഴുതി കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ചെന്ന് നിൽക്കുന്ന സബ്ഷെല്ലിൽ ഡി ആയതുകൊണ്ടാണ് ഇതിന് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡി ബ്ലോക്ക്. ഇനി നമുക്ക് ഇതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ഇവിടുത്തെ 4s എന്ന് പറയുന്നത് ഫോർത്ത് ഷെല്ലാണ് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഫോർത്ത് ഷെല്ലിൽ ഉള്ള സബ്ഷെല്ലാണ് 4s. അപ്പൊ 2 ഇലക്ട്രോൺ 4s ഫില്ല് ചെയ്തിട്ടാണ് പിന്നെ അതിന്റെ ഇന്നർ ഷെല്ലായിട്ടുള്ള 3dയിലോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ഈ എസ് സബ്ഷെൽ എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഔട്ടർ ഷെല്ല്. ഔട്ടർ ഷെല്ലിനകത്ത് വരുന്ന സബ്ഷെല്ലാണ് എസ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ജനറൽ ആയിട്ട് NS എന്ന് കൊടുക്കാം. N എന്ന് പറഞ്ഞാല് ഔട്ടർ ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ NS2. ഇനി ഡി എന്ന് പറയുന്നത് ഇതിന്റെ ഇന്നർ ഷെല്ല. ഔട്ടർ ഷെല്ല് എന്താണ്? അതിനെക്കാട്ടി ഒന്നും കുറവ്. അതിന്റെ അകത്ത് നിൽക്കുന്ന ഷെല്ലാണ് ഡി ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് N-1 എന്ന് കൊടുക്കാം. N-1 ഡി. ഡിക്കകത്ത് ഇലക്ട്രോൺ 1 തൊട്ട് തുടങ്ങി എവിടെ വരെ ഫില്ല് ചെയ്യാം? 10. അതേപോലെ 24 വരുന്നുണ്ട് സ്റ്റേബിൾ ആകാൻ. ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നാൽ സ്റ്റേബിൾ ആണ്. അപ്പൊ എസിലുള്ള ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? ഡിയിലോട്ട്. എന്നിട്ട് ഇതിന്റെ കോൺഫിഗറേഷൻ 4s1, 3d5 എന്ന് വരും. കോപ്പറിന്റെ കേസിലും അങ്ങനെയാണ്. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29 ആണ്. കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 3d9, 4s2 എന്നാ വരുന്നത്. ഇത് സ്റ്റേബിൾ ആകാൻ ഒരു ഇലക്ട്രോൺ ഡിയിലോട്ട് വന്നിട്ട് 3d10, 4s1 എന്നാ വരുന്നത്. അപ്പൊ നമുക്ക് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് NS1 വരുന്ന കേസ് ഉണ്ട്. കോമൺ ആയിട്ട് 2, 1 to 2 വരെ വരാം. Then N-1 D
1 to 10. ഇതാണ് general electronic configuration of D block elements. Then properties. Transition elements are metals. നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിനെയാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതെല്ലാം മെറ്റൽസ് ആയിരിക്കും. മെറ്റൽസ് ആയതുകൊണ്ട് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്. ഒരു മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം കാണിക്കും. ദെൻ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. നമ്മൾ കാറ്റലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നീ ട്രാൻസിഷൻ എലമെന്റോ അതിന്റെ കോമ്പൗണ്ട്സോ ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ ഹേബർ പ്രോസസ്. നൈട്രജനോ ഹൈഡ്രജനോ റിയാക്ട് ചെയ്ത് അമോണിയാകുന്ന പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് അയൺ ആണ്. അതേപോലെ തന്നെ ഇനി നമ്മൾ പ്ലസ് ടു ചെല്ലുന്നുണ്ടെങ്കിൽ നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ പഠിക്കും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാറ്റിനം ആണ്. അതേപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് പ്രോസസ് ഇസ് വനേഡിയം പെന്റോക്സൈഡ്. അപ്പൊ ഏതൊരു കാറ്റലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും അത് ട്രാൻസിഷൻ എലമെന്റോ അതിന്റെ കോമ്പൗണ്ട്സോ ആയിരിക്കും. പിന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കളേർഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കോമ്പൗണ്ട് എന്തെടുത്താലും അത് കളേർഡ് ആയിരിക്കും. എക്സാമ്പിൾ കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളേർഡ് കോമ്പൗണ്ട് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് മാംഗനീസിന്റെ കോമ്പൗണ്ട് ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അത് പിങ്ക് കളറാണ്. അതേപോലെ അയൺ സൾഫേറ്റ് ഫെറസ് സൾഫേറ്റ് ഗ്രീൻ കളറാണ്. ഇതൊക്കെയാണ് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്, ഫോം കളേർഡ് കോമ്പൗണ്ട്സ്, ഓൾ ആർ മെറ്റൽസ്, they are good conductors of heat and electricity, they are malleable, ductile. ഇതെല്ലാമാണ് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്. Then F block elements. നമ്മുടെ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെ 2 റോ ആയിട്ട് കുറച്ച് എലമെന്റ്സ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് റോ ലാന്തനോയിഡ്സ്, സെക്കൻഡ് ആക്ടിനോയിഡ്സ്. ലെന്താനം കഴിഞ്ഞു വരുന്നുള്ള എലമെന്റ്സ് ആയതുകൊണ്ടാണ് ലാന്തനോയിഡ്സും. എലമെന്റ്സ് ആഫ്റ്റർ ആക്ടിനോ ആർ നോൺ ആസ് ആക്ടിനോയിഡ്സ്. ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ് എഫ് ബ്ലോക്ക്. അതിന്റെ കോൺഫിഗറേഷൻ എഴുതി നോക്കാമെങ്കിൽ കാണാൻ ലാസ്റ്റ് ഇലക്ട്രോൺ ചെന്ന് നിൽക്കുന്നത് എഫ് സബ്ഷെല്ലിലായിരിക്കും. സോ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ നോൺ ആസ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി ഇതിന്റെ കോൺഫിഗറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് n-2f1-14, n-1d0-1 ആൻഡ് ns2. നമ്മുടെ ഫോർത്ത് ഷെല്ലിൽ തൊട്ടാണ് എഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എഫ് സബ് ഷെൽ തുടങ്ങുന്നത്. അപ്പൊ കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ ഒരു എലമെന്റിന്റെ കോൺഫിഗറേഷൻ 6s2 ആണെന്ന് വെച്ചോ. എങ്കിൽ അതിന് തൊട്ട് മുൻപിലായിട്ട് എന്ത് കാണും? n-1d എന്ന് പറഞ്ഞാല് ഇവിടെ n എന്ന് പറയുന്നത് നമ്മൾ 6 ആയിട്ട് എടുക്കുക. എങ്കിൽ d വരുന്നത് അതിനെക്കാട്ടി ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന ഷെല്ലിലായിരിക്കുമല്ലോ d വരുന്നത്, 5d ആയിരിക്കും. അത് 0 to 1. ഇപ്പൊ ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ലെന്താനം കഴിഞ്ഞു വരുന്നതാ. ലെന്താനം കഴിഞ്ഞിട്ട് പിന്നെ ലാന്തനോയിഡ്സ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഹോഫ്മിയം വരുന്നത്. അപ്പൊ ലെന്താനത്തിന്റെ കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ അത് D1 ഫില്ല് ചെയ്യും. പിന്നെ ഈ ലാന്തനോയിഡ്സിന്റെ F1 തൊട്ട് 14 ഫില്ല് ചെയ്തിട്ട് വീണ്ടും ഹോഫ്മിയം എന്തായിട്ട് മാറത്തേയുള്ളൂ? D2 ആയിട്ട് മാറത്തേയുള്ളൂ. അപ്പൊ ഇതിന് രണ്ടിനും നടുക്കായിട്ടാണ് നമ്മളെ ലാന്തനോയിഡ്സ് വരുന്നത്. അപ്പൊ കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ ഇപ്പൊ നമ്മള് 6sലാണ് ഇലക്ട്രോൺ, ഔട്ടർ ഇലക്ട്രോൺ 6s2 എങ്കിൽ ഡിക്കകത്ത് ഒരു ഇലക്ട്രോൺ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ ലെന്താനമാണെങ്കിൽ ഡിക്കകത്ത് ഒരു ഇലക്ട്രോൺ വന്ന അതാണ് നമ്മള് n-1d0-1 എന്ന് കൊടുത്തേക്കുന്നത്. എങ്കിൽ എഫ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഫില്ല് ചെയ്ത് തുടങ്ങുന്നത്. എഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർത്ത് ഷെല്ല് തൊട്ടാണ്. അപ്പൊ ഇവിടെ എഴുതുവാണെങ്കിൽ നമുക്ക് 4f1 to ഇവിടം വരെ വരാം, 14 വരെ വരാം. ഇനി അടുത്തത് എടുക്കുവാണെങ്കിൽ ഇപ്പൊ 7 ആക്ടിനോയിഡ്സ് എടുക്കുവാണെങ്കിൽ 7s2 അവിടെ വരുന്നത് 6d ആയിരിക്കും. 1 ആക്ടിനത്തിന്റെ ആണ് 1. അത് കഴിഞ്ഞിട്ടാണ് ആക്ടിനോയിഡ്സ് ഫില്ല് ചെയ്ത് പോകുമ്പം അത് ഇതിനെക്കാട്ടി ഒന്നും കുറഞ്ഞിടത്തായിരിക്കും വരുന്നത്. 6d ആണെങ്കിൽ 5f ആണ്. അങ്ങനെ ഗ്രാജുവൽ ആയിട്ട് 1 to 14 വരെ ഫില്ല് ചെയ്യും. അപ്പൊ ജനറൽ നോക്കിക്കഴിഞ്ഞാല് ഔട്ടർ ഷെല്ലിലാണ് ns എന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനെക്കാട്ടി ഒന്ന് കുറയുന്നതാണ് d വരുന്നത്. അതിനും ഒന്ന് കുറയുന്നതാണ് f ഫില്ല് ചെയ്യുന്നത്.
അതാണ് NS2, N-1, 0 to 1 and N-2, 1 to 14. അപ്പോൾ എഫ് വരുന്നത് ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയാം. ആന്റി പെനൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഇന്നറും കഴിഞ്ഞിട്ട് അതിന്റെ ഇന്നർ ഷെല്ലാണ് എഫ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ട്രാൻസിഷൻ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺഫിഗറേഷൻ ഔട്ടർ ഷെല്ലിന്റെ കോൺഫിഗറേഷൻ എന്താണ്, അതിനെക്കാട്ടി ഒന്ന് കുറയുന്നിടത്താണ് ഡി വരുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ വീണ്ടും അതിനെക്കാട്ടി ഒന്ന് കുറയുന്നുണ്ട്. അതാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പോലെ തന്നെയാണ് മെറ്റൽസ് ആണ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കേസ് ഉണ്ട്, അതേപോലെ തന്നെ കളേർഡ് കോമ്പൗണ്ട് ആണ്. പിന്നെ ഇതിനകത്തെല്ലാം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സ്, അതായത് ലാൻഡനോയിഡ്സും ആക്ടിനോയിഡ്സും എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം വരുന്നതാണ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആയിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നറിയപ്പെടാനുള്ള കാരണം ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ F subshell, lanthanoids and actinoids include F block elements. Then it is also known as inner transition elements because the electron enters into anti-penultimate shell. Then all are metals, radioactive elements, form colored compounds, shows variable oxidation state, act as a catalyst. ഇതൊക്കെയാണ് F block elements ന്റെ properties.